ഒരു KSRTC ബസ് സർവീസ് പേര് മാറ്റിയ നാടുണ്ട് തിരുവനന്തപുരത്ത്, സിസിലിപുരം. പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം ആ പേര് വന്നതിലുമുണ്ട്. പതുക്കെ സിസിലിപുരം എന്ന പേരും മറന്നു തുടങ്ങി. തെമ്മാടിമുക്ക് 1980-കൾക്ക് മുൻപ് വരെ ഈ ജംഗ്ഷൻ അറിയപ്പെട്ടത് അങ്ങനെയാണ്. അത് സിസിലിപുരം ആയി മാറിയതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. സെയിൻറ്റ് സിസിലിയുടെ പേരിൽ പള്ളി വന്നിടം സിസിലിപുരമായി. സ്വാഭാവികമാണ്, ഏതൊരു നാടിനും ഒരു പേര് വന്നു ചേരാവുന്ന കാരണം. ബാലരാമപുരത്തിനും വിഴിഞ്ഞത്തിനുമിടയിലുള്ള ചെറിയ ദേശം മുള്ളുവിളയ്ക്കും മുൻപ് തെമ്മാടിമുക്കായിരുന്നു. അങ്ങനൊരു പേര് എങ്ങനെ വന്നുവെന്ന് കൃത്യമായി ഇന്നാർക്കും അറിയില്ല. പഴയ ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ ഇങ്ങനെ ഒരു പേര് തെമ്മാടിമുക്കെന്നൊരു പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പാടുള്ളൂ. പക്ഷേ തെമ്മാടിമുക്ക് എങ്ങനെ സിസിലിപുരമായി എന്നതിൽ പലർക്കും പല കഥകൾ പറയാനുണ്ട്. ചങ്ങനാശ്ശേരിയിലെ ചെങ്ങന്നൂർ എവിടെയുള്ള ഒരു പുരോഹിതൻ വന്ന് നല്ലൊരു പ്രസംഗം നടത്തി. അദ്ദേഹം അന്ന് ഇതിന് നമുക്ക് പേര് മാറ്റി സെൻറ്റ് സിസിലീസ് ചർച്ച് എന്നാണ് ഇതിന് കടന്നത്. അതിനെ സെൻറ്റ് സിസിലീസ് ചർച്ചിന് സിസിലിപുരം എന്ന് ആക്കി. എന്നാൽ ചരിത്രം പഠിച്ചവർ മറ്റൊരു കഥ പറയും. സുന്ദരനാടാർ ഗതാഗത മന്ത്രിയായിരുന്ന കാലം ജനകീയനും നാട്ടുകാരനുമായ വകുപ്പ് മന്ത്രിയോട് തെമ്മാടിമുക്കിലേക്ക് ഒരു KSRTC സർവീസ് വേണമെന്ന് ആവശ്യമുയർന്നു. തെമ്മാടിമുക്ക് എന്ന ബോർഡിൽ എങ്ങനെ ബസ് അയക്കുമെന്നായി മന്ത്രി. എടാ, നിന്റെ സ്ഥലപ്പേരെന്താടേന്ന് ചോദിച്ചു. അപ്പോൾ അന്നത്തെ ആ സ്ഥലത്തിൻ്റെ പേര് തെമ്മാടിമുക്ക് എന്നായിരുന്നു. ഓണഴിച്ചു തെമ്മാടിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലപ്പേര് വന്ന CM എന്നെ വഴക്ക് പറയും എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്ത് നീ പേര് മാറ്റിക്കൊണ്ടുപോകാൻ നോക്കാമെന്ന് പറഞ്ഞു. അവർ കുറേ നോക്കിയിട്ട് നടന്നില്ല. അവസാനം സുന്ദരനാടൻ ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ചിട്ട് അദ്ദേഹം ഒരു പേരിട്ടു, സിസിലിപുരം എന്ന്. എന്നിട്ട് ആ സ്ഥലത്തേക്ക് ബസ് വിട്ടു. അങ്ങനെ ഒരു KSRTC ബസ് കൊണ്ട് ഈ നാടിൻ്റെ പേര് മാറി. പേര് മാത്രമല്ല മാറിയത്, കുറച്ചു പേരെങ്കിലും മറക്കാൻ ആഗ്രഹിച്ചൊരു ചരിത്രം കൂടിയാണ് മാറിയത്. അങ്ങനെ ഒരു നാടിന് എത്ര കഥകൾ. ക്യാമറമാൻ അനന്തു ബി നായർക്കൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.